ഞാൻ ബിഫാം ക്വാളിഫൈഡ് ആണ്. 2017 ഞാൻ പാസ് ഔട്ട് ആയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമായിരുന്നു ആക്ച്വലി. അപ്പോൾ എനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട്. അപ്പോൾ അവൾ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞതായിരുന്നു. ഞാൻ ആ സമയത്ത് ജോലി കയറിയപ്പോൾ അവൾ നേരെ മെഡിക്കൽ കോഡിങ് കയറി. അപ്പം ബേസിക്കലി ഞാനിപ്പോൾ ഇതിലോട്ട് മാറാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവളുടെ വർക്കും എൻ്റെ വർക്കും കൂടെ ഞാൻ കമ്പയർ ചെയ്യുമ്പം അവളുടെ വർക്ക് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരുന്നു. അതായത് ഇപ്പോൾ അവൾ 9 മണിക്ക് പോയാൽ രാവിലെ വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തും. സാറ്റർഡേ സൺഡേ ഓഫ് ആയിരുന്നു. അപ്പം എങ്ങനെയായാലും ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കാണെങ്കിൽ ഇപ്പോൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയാലും വീട്ടിൽ വന്നാലും അതിൻ്റെ ജോലി പിന്നെയും, സാറ്റർഡേ ഓഫില്ല, സൺഡേ പിന്നെ അതിന് വർക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ പിന്നെയും പോകണം. അപ്പോൾ ഒരു തീരെ സ്റ്റേബിൾ അല്ല. അപ്പം ഞാൻ അവളുടെ അത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ ഫൈൻ, ഞാനിത് റിസൈൻ ചെയ്തിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ളൊരു മെൻറ്റാലിറ്റി എനിക്ക് വന്നത്. അപ്പം ആണിങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ചപ്പോൾ വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കാർഡിയയിൽ പഠിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു കാർഡിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതാണെന്ന്. അപ്പം എനിക്ക് ആക്ച്വലി ഞാൻ CPC സർട്ടിഫൈഡ് അല്ല. പക്ഷെ ഞാൻ പറയുവാണ്, ഇപ്പോൾ 3 months നമ്മൾ അതിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് 3 months വേണ്ട, പെട്ടെന്ന് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്, ഞാൻ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്, പക്ഷേ സ്റ്റിൽ ആ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പോലും ആ ഒരു സർഫസിൽ മാത്രം പഠിച്ചാൽ മതി. അവർ അത്ര ഡീപ്പായിട്ടൊന്നും ചോദിക്കത്തില്ല. സാർ ഇപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞു തന്നാൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല അനാട്ടമി, അതെന്നെ ചോദിക്കത്തുള്ളൂ. വേറെ അങ്ങനെ ഡീപ്പായിട്ട് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിയുന്ന പിള്ളേർക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ചോദിക്കുന്നത്. എൻ്റെ പേര് ഗായത്രി, ഞാൻ ബിഫാം ക്വാളിഫൈഡ് ആണ്. സോ റീസെൻ്റ്ലി ഞാനിപ്പം കോട്ടിവിറ്റി കോയമ്പത്തൂർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. സോ താങ്ക് യു കാർഡിയ.